ഇത് ഞാൻ സംവിധാനം ചെയ്ത ടൈറ്റിൽ ലോഞ്ചിനോട് ബന്ധപ്പെട്ട ചില വിശേഷങ്ങളും ചില കാര്യങ്ങളും ആണ് ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീ ഉണ്ണികൃഷ്ണൻ അത് തുടങ്ങി വയ്ക്കുക, ഉത്തരങ്ങൾ അതിൻ്റെ സമയബന്ധിതമായി വ്യക്തമാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നമസ്കാരം. സ്വാമി ഇന്നലെ എന്നോട് ഈ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു, ഇതൊരു ഒട്ടും ഔപചാരികത കലർന്ന ചടങ്ങല്ല. അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോഴും പറഞ്ഞു, സ്വാമി പറഞ്ഞത് നീ എല്ലാം നോക്കിക്കോണമെന്നാണ്. എന്താണ് നോക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഈ സിനിമയെക്കുറിച്ച് സ്വാമിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഗുരുതുല്യനാണ് ശ്രീ SM സ്വാമി. ഇത്രയും എഴുത്തുകാരെയും സംവിധായകരെയും എഴുത്തുകാരെ വിശേഷിച്ച് ഇൻസ്പയർ ചെയ്തിട്ടുള്ള മലയാളത്തിലെ എഴുത്തുകാരിൽ ചുരുക്കം ചിലരാണ്. വലിയ ഭാഗ്യമാണ് മലയാളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ 2 എഴുത്തുകാർക്ക് നടുക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ളത്. SM സ്വാമി അപ്പുറത്തും ശ്രീനേതൻ അപ്പുറത്തും. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് സ്വാമി സാറ് ആദ്യമായിട്ട് സംവിധാനം നിർവഹിക്കുന്നു. അപ്പോൾ ഒരു പ്രായവും ഒരു സമയവും വൈകിയതല്ല സ്വാമിയുടെ ഈ തീരുമാനം കുറച്ച് വൈകിപ്പോയോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. കാരണം ഒരു സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെയും സംവിധാനം ചെയ്യാൻ പറ്റുമായിരുന്നു. എണ്ണിയാലൊടുങ്ങാത്ത സൂപ്പർ ഹിറ്റുകൾ, മെഗാ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള എഴുത്തുകാരനാണ്. അപ്പോൾ എന്നേ അദ്ദേഹത്തിന് സംവിധാനത്തിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് തിരഞ്ഞെടുത്തത് സമയം കുറച്ച് വൈകിപ്പോയി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയവും വൈകിയതല്ല. പിന്നെ ശ്രീനിയേട്ടൻ ഇപ്പുറത്തിരിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ പറയാം, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമോ. അപ്പോൾ സ്വാമി സാറിൻ്റെ നിന്ന് തന്നെ അത് തുടങ്ങാം. സ്വാമി, എന്താണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം? സ്വാമി സാർ എത്ര പടം എഴുതിയിട്ടുണ്ട് ജോഷ് സാർ? ഞാൻ ഇപ്പോൾ നീ പറഞ്ഞ പോലെ എനിക്കൊരു സംവിധാനം എന്ന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അതിന് സാഹചര്യത്തിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല, സന്ദർഭത്തിൻ്റെ പ്രോബ്ലം ഉണ്ടായില്ല. പക്ഷെ എനിക്ക് തോന്നിയില്ല. അതാ ഇത്. പിന്നെ തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ വിചിത്രമായ ഒരു തോന്നലാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് മമ്മൂട്ടിയുടെ സെറ്റിൽ പോയി, മമ്മൂട്ടിയെ കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ രഞ്ജിത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക മമ്മൂട്ടി. അപ്പോൾ ഇങ്ങനെ ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു, മമ്മൂട്ടി എനിക്കൊരു പടം സംവിധാനം. അപ്പോൾ പുള്ളി ഒന്ന് ചിരിച്ചു. എന്നിട്ട് തനിക്ക് തന്നെ ആകാമായിരുന്നല്ലോ, പിന്നെന്താ എത്ര താമസിച്ച, പിന്നെന്താ ഇപ്പം തോന്നാൻ കാര്യം? എനിക്കറിയില്ല, എനിക്കിപ്പോഴാണ് തോന്നിയത്. അപ്പോൾ പറഞ്ഞു പുള്ളി, താൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ 3-4 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. താൻ ഇതുവരെ എഴുതിയ ജേണലിൽ പെട്ട ഒരു കഥയാവരുത് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ തൊടാത്ത ഒരു സബ്ജക്റ്റ് വേണം താൻ ചെയ്യാൻ. പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനം, താൻ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ട് ആ കഥ എഴുതാൻ പാടില്ല. ഇതിനു മുമ്പ് താൻ എഴുതിയ കഥകൾ പലതും ആർട്ടിസ്റ്റുമാരെ മനസ്സിൽ കണ്ടിട്ട് ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതങ്ങനെ എഴുതരുത്. താൻ കഥ എഴുതിയതിന് ശേഷം ആ കഥയിലെ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആർട്ടിസ്റ്റിനെ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം, ഈ കഥയിൽ തന്നെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അത് നിർബന്ധമാണ്. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു സിനിമ ചെയ്തെന്നാണ് ആൾക്കാർ ചോദിക്കാനിടയായാൽ അതിലൊരു കാരണവും കാര്യവും ആ സിനിമയിലുണ്ടാവും. അത് കേട്ടപ്പോൾ എനിക്കൊന്നും അറിയില്ല. കാരണം അന്ന് എൻ്റെ മനസ്സിൽ ഇത് ഒരു കഥയൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ കുറേ നാൾ, ഒരുപാട് നാൾക്ക് ശേഷം ഈ കണ്ണൂർ സ്കോഡിൻ്റെ
സെറ്റിൽ ഞാൻ വീണ്ടും മമ്മൂട്ടി കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ലൈനായിട്ടുണ്ട് മനസ്സിൽ. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു. 4-5 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. ഇതൊരു നല്ല സംഭവം, ആ ശരിക്കും വർക്ക് ചെയ്യും, നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് മാത്രം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചില മനസ്സിൽ ചില രൂപങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും ശരിയാണ്, ഞാൻ ശരിക്കും തൻ്റെ എല്ലാ എഫേർട്ടും ഈ പ്രോജക്റ്റിൽ താൻ ചെയ്യും, എൻ്റെ എല്ലാ എഫേർട്ടും ഉണ്ടായിരിക്കണം ഈ പ്രോജക്റ്റ്. അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. സ്വാമി സാർ ഇങ്ങനെ ഉദ്യോഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു. മമ്മൂക്കയുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് സ്വാമി സാർ തോന്നിയത്. മമ്മൂട്ടിയെ പറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചു കാലം മുമ്പുള്ള ഒരു കാര്യം പെട്ടെന്ന് ആദ്യം ഓർമ്മയിൽ വരുന്നു. അതായത് അദ്ദേഹത്തിന് അഭിനയത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടി. ആ വർഷം ചിന്താവിഷ്യ ശ്യാമള എന്ന് പറയുന്ന സിനിമയ്ക്ക് എനിക്ക് ഒരു നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. അപ്പോൾ ഈ അവാർഡ് ചടങ്ങ് നടക്കുന്നതിൻ്റെ തലേ ദിവസം പ്രസിഡന്റ് അവാർഡ് വാങ്ങുന്ന ഫംഗ്ഷനിൽ റിഹേഴ്സലൊക്കെ ഉണ്ട്. അപ്പോൾ അച്ചടക്കും മര്യാദ, അനാവശ്യം സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവാർഡ് വാങ്ങുന്ന സമയം, അപ്പോൾ അവാർഡ് ജേതാക്കളെ ആളുകളെ പറ്റി ആങ്കർ ചെയ്യുന്ന ആള് ആദ്യം കുറച്ചാണ് സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ അങ്ങനെ പറ്റി സംസാരിക്കും. അപ്പൊ മമ്മൂട്ടിയുടെ കാര്യം പറയുന്ന സമയത്ത് ആങ്കർ പറഞ്ഞു, സെക്കൻഡറി ഗെറ്റിംഗ് അവാർഡ്. അപ്പൊ മമ്മൂട്ടി പ്രസിഡന്റ് കേരളത്തിലാണ് പേടിച്ചു. സർവീസ് ടേക്ക് ഓവറിന്റെ പേരാണെന്ന് അപേക്ഷിച്ച്. അപ്പൊ മമ്മൂട്ടി ചെയ്യുമ്പോൾ രണ്ടാമത്തെ തവണയല്ല, മൂന്നാമത്തെ തവണയാണ് കിട്ടുന്നത്. പ്രസിഡന്റ് കേരളത്തിനടുത്ത് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അവാർഡ് വാങ്ങുമ്പോൾ പ്രസിഡന്റ് എന്താ പറയുന്നത് കേട്ടു. എന്നെ പേടിപ്പിച്ചറിഞ്ഞില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ കേട്ടില്ല, പക്ഷെ എങ്കിലും അതായിരിക്കും എനിക്ക് സോറി സാർ മമ്മൂട്ടി പറഞ്ഞതായിട്ടും തോന്നി. പക്ഷെ എന്തായാലും വളരെ അസുഖം വന്നതായിട്ട് അറിഞ്ഞില്ല. അധികാരം ജീവിച്ചില്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഈ 2 തവണ മൂന്നാമത്തെ തവണ ആണെന്ന് പറയാൻ വിട്ടു. അതിന് ഇത്രയും വലിയ ഒറ്റ വെക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. അതുകൊണ്ട് അദ്ദേഹം സ്വാമിയെ ഉപദേശിച്ച എല്ലാ ഉപദേശവും വേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ സംശയം. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു 45 വർഷത്തിലധികമൊക്കെയായി ഞാൻ സിനിമയില് വന്നുപെട്ടിട്ടുണ്ട്. ഒരു ബർത്തിന് ടൈറ്റിൽ ഡാൻസിന് ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ടൈറ്റിൽ ആളെ വിളിക്കുന്നത്. എറണാകുളത്താണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ ഷൂട്ടിംഗ് നടന്നത്. രവിപുരത്ത് മണിമുഴക്ക. അന്ന് പരിചയപ്പെട്ടു. അന്ന് സ്വാമിയെ എടുത്തു തുടങ്ങിയിട്ടില്ല.
ഇല്ലാന്ന് തോന്നുന്നു. കാർട്ടൂണിസ്റ്റ് തോമസ് പ്രൊഡ്യൂസർ അദ്ദേഹത്തിനായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ വീട്ടിൽ ഞങ്ങളൊക്കെ. അതെ 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 അതെ. സ്വാമി ശ്രീനേട്ടൻ പറഞ്ഞതിനെ കുറിച്ച് അല്ല, എനിക്ക് മമ്മൂട്ടിയെ വിശ്വാസം ആണ്. എനിക്ക് ഒരു സംശയമില്ലാത്ത വിശ്വാസമാണ്. അതെ, കാരണം ഞാൻ അനുഭവം കൊണ്ട് പഠിക്കൊരു മനുഷ്യൻ. അതായത് 20-ാം നൂറ്റാണ്ട് നിന്നിട്ട് സിനിമ കഴിഞ്ഞിട്ടാണ് CBI ഉണ്ടായത്. CBI ഞാൻ ആദ്യം എഴുതിയത് ഒരു പോലീസുകാരൻ്റെ കഥയായിരുന്നു. കഥയെല്ലാം ഞാൻ മമ്മൂട്ടി പറഞ്ഞു കേൾപ്പിച്ചു. പുള്ളി വളരെ നിശബ്ദമായിട്ട് കഥയെല്ലാം കേട്ടതിന് ശേഷം ലാസ്റ്റ് ഒരു നല്ല കഥയാണ്, പക്ഷെ പോലീസ് വേണ്ട. എന്നിട്ട് പോലീസ് ഇല്ലാതെ എങ്ങനെ ഒരു കുറ്റാന്വേഷണം? സ്വാമി, ഞാൻ ആവനാഴി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരിക്കുക. അതായത് മാവൂരം മാസ്റ്ററുടെ അമ്പ് മുഴുവനുണ്ട് അതിൽ. അതിൻ്റെ മുകളിൽ സ്വാമി ട്രൈ ചെയ്ത് നടക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? കാരണം CBI ആണ്. CBI അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ CBIയുടെ ഫുൾ ഫോം പോലും അറിയില്ല. CBI താൻ ആലോചിക്കുക, റൈറ്റർ, ക്രിയേറ്റർ, പിന്നെ പോകണം. ഞാനങ്ങനെ എറണാകുളത്തിൻ്റെ ഫ്രണ്ട്സ് വഴി CBIയിലെ ചില സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് ഒരു 4-5 റൗണ്ട് ഡിസ്കഷനിൽ CBIയുടെ മോഡസ് ഓപ്പറൻഡി, ഇത് CBIയുടെ തത്വങ്ങൾ, CBI ഏതിലാണ് എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ എനിക്ക് ഉണ്ടാക്കി തന്നു. അത് കേട്ടപ്പോൾ ഐ വാസ് എക്സൈറ്റഡ്. കാരണം അതുവരെ ഞാൻ കേട്ട പോലീസിൻ്റെ കഥയല്ല CBIക്ക് പറയാനുള്ളത്. ഞാൻ അത് വെച്ചിട്ട് ഞാൻ റീകൺസ്ട്രക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ഡിസ്കസ് ചെയ്ത് ആദ്യം എൻ്റെ കഥയിലെ ഹീറോ ഒരു കലിയെ പറയാമെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി പറഞ്ഞത് വേണ്ട, കാരണം അത് വിശ്വസിക്കില്ല. ഇപ്പം നമുക്കൊരു കാര്യം അത് സ്വാമിയാക്കാം. ശരി, സ്വാമിയാക്കാന്നൊക്കെ പറഞ്ഞാൽ പുള്ളി എൻ്റെ മുമ്പിൽ അത് പറയുന്ന രീതി കേട്ടാൽ നമ്മൾ അന്തമിട്ട് വിശ്വസിക്കുക. അതുപോലെ പുള്ളി എന്നെ പറഞ്ഞ് കണ്ടു. അങ്ങനെ ഞാൻ പറവായി, അതുകൊണ്ട് യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞ് ഈ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും നമ്മളെ ഡിസ്കറേജ് ചെയ്തു. സ്വാമി പോലീസാണ്, അന്വേഷിക്കാൻ പോകണം. എന്ത് സ്വാമി ചെയ്തു വെക്കണം? 20-ാം നൂറ്റാണ്ട് പോലത്തെ സിനിമ ചെയ്തിട്ട് ഇതുപോലെ ഒരു പോലീസുകാരനും സ്വാമി വെച്ചിട്ട് സിനിമ ചെയ്താൽ പോകണം. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എല്ലാ കോർണറിൽ നിന്നും എനിക്ക് ഡിസ്കറേജിങ് ആയിരുന്നു. ശരിക്കും എന്നെ പേടിപ്പിച്ചു എല്ലാവരും കൂടി. അപ്പോഴും ഞാൻ ചെന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വല്ലാതെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഞാൻ അവിടെ ഇനി ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, ദിസ് വി ആർ ഡൂയിങ്. ഇപ്പോഴുള്ള പ്രൊഡ്യൂസർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എനിക്ക് 10 പ്രൊഡ്യൂസറെ തരാം. എന്ത് വേണമെങ്കിലും കാര്യമേ താൻ വിട്ടേക്ക്, നമ്മൾ ഇത് ചെയ്യും. ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ചെയ്യും. ആരെന്ത് വേണമെങ്കിലും പറയണം. അത്ര കോൺഫിഡൻസും മോട്ടിവേഷനും എനിക്ക് തന്നാണെന്ന് ഒരുപാട് പ്രാവശ്യം എന്നെ പല ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഞാൻ വിശ്വസിക്കാൻ ചെയ്തു. അപ്പോൾ സ്വാമിയുടെ ഈ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഫിലിമോഗ്രഫിയിലെ ഏറ്റവും നമ്മളെല്ലാവരും റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരു സീരീസ് ഓഫ് ഫിലിംസ് ആണ്. അതിൻ്റെ പുറകിൽ വളരെ ശക്തമായിട്ടുള്ള മമ്മൂട്ടിയുടെ ഇടപെടലും മമ്മൂട്ടിയുടെ സ്വാമിയോട്ടുള്ള ഇൻറ്ററാക്ഷനുമാണെന്ന് സ്വാമി പറഞ്ഞു. അതേപോലെ തന്നെ ഈ സിനിമയുടെ പുറകിൽ മമ്മൂക്ക സ്വാമിക്ക് തന്നിട്ടുള്ള എല്ലാ സജഷൻസും എല്ലാ ഉപദേശങ്ങളും ഫലവത്താവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് സ്വാമിയുടെ അടുത്ത് ആശംസിക്കുന്നു. എന്താ പറയുക, ഏറ്റവും നമ്മുടെ സംവിധായകർക്ക് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും ചെറുപ്പമുള്ള സംവിധായകനാണ് ഇപ്പോൾ ശ്രീ S.N. സ്വാമി. കാര്യം അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്, യങ്ങസ്റ്റ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ സ്വാമിക്ക് അതിനകത്ത് എല്ലാ ഭാഗങ്ങളും സ്വാമിയുടെ നിർമ്മാതാവിന് എന്താ
അത് കേൾക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. വളരെ രസകരമായ ഒരു ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രസകരമായ ഒരു സദസ്സിൽ ഇരിക്കാനും മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ കൂടി ഇരിക്കാനൊരു ഭാഗ്യം സിദ്ധിച്ചത്. സ്വാമി കഥയുടെ ഒരു സാരാംശം എന്നോട് പറഞ്ഞിരുന്നു ആദ്യം. അപ്പം അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. സ്വാമിയോട് ഞാൻ പറഞ്ഞു, സ്വാമി എന്ത് ചെയ്യുന്നു, സ്വാമിയാണ് പ്രൊഡ്യൂസർ, സ്വാമി ചെയ്യുക. ഞാൻ ഒരു പേരുകാരനായിട്ട് സ്വാമിയുടെ കൂടെ നിൽക്കാം, അതിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നിനും ഇടപെടത്തില്ല എന്ന് ആദ്യം തന്നെ സ്വാമിയോട് പറഞ്ഞു. ഏതാണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴും ഞാൻ എൻ്റെ ആ വാക്ക് പാലിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒന്നിനും ആവശ്യമില്ലാതെ ഇടപെട്ടിട്ടില്ല. പിന്നെ എനിക്ക് സ്വാമിയുടെ ഒരു വിശ്വാസമുണ്ട്. നമ്മളെ കരയിപ്പിച്ച ചക്കരമേളിൽ നിന്ന് നമ്മളെ ത്രസിപ്പിച്ച CBIയിലേക്ക് എത്തി. തീർച്ചയായിട്ടും എന്നെ കരയിപ്പിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്ക് സ്വാമിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും തീരുമാനിച്ച് മുന്നോട്ട് പോകാമെന്ന്. സ്വാമിക്ക് മമ്മൂട്ടിയുള്ള വിശ്വാസം പോലെയൊക്കെ എനിക്കും സ്വാമിക്കും വിശ്വാസമുള്ള ഒരാളവിടെ ഇരിപ്പുണ്ട്, എറണാകുളത്തപ്പനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ സ്വാമിയോട് ഇതിന് ഇറങ്ങിത്തിരിച്ചത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കാർക്കും ഇത് കരയേണ്ടി വരത്തില്ല, വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. ഇവിടെ വന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഞാൻ ഈ അവസരം നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. യാതൊരു വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താതെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, അങ്ങ് മാത്രമല്ല, ഞങ്ങൾ കൂടി അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനുമുണ്ട്. അപ്പോൾ പിന്നെ സ്വാമിയുടെ കുറെ കറി ഇത്തരത്തിലുള്ള നിർമ്മാതാവ് എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അല്ലേ? സ്വാമിക്ക് അത് എനിക്കാണ്. അപ്പോൾ അത് നമുക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പൊ അതിലേക്ക് വരാം. സ്വാമി എന്താണ് സീക്രട്ട് എന്ന് പറയുന്നത്? സ്വാമിയുടെ എല്ലാ സിനിമയും അവസാനം ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്ന പോലെയാണ് മേജർ സിനിമ. അല്ലാത്ത സിനിമകളും സ്വാമി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു തിരക്കഥയുടെ ഒരു മർമ്മം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമുക്കൊരു സർപ്രൈസ് ഉണ്ടാവണം. അത് ഏത് തരത്തിലുള്ള സിനിമ? ഇതിന്റെ ടൈറ്റിൽ തന്നെ സീക്രട്ട്. പിന്നെ ഈ മോഷൻ പോസ്റ്ററിനോട് കാര്യങ്ങൾ കണ്ടു, അസ്ട്രോളജി, നിമിത്തശാസ്ത്രം, അതിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ. എന്നാലും ഈ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ടൈറ്റിലേക്കും ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടന്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ടൈറ്റിൽ എങ്ങനെയാണ് സ്വാമിയുടെ ഉള്ളിലേക്ക് വരുന്നത്? സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു മീനിങ് സംതിങ് അല്ലാതെ ഒരുപാട് കാര്യം ജീവിതത്തിൻ്റെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും ഒന്നും അറിയില്ല. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും സീക്രട്ട് തന്നെയാണ്. ക്രൈമും സസ്പെൻസും പോലീസും ഇൻവെസ്റ്റിഗേഷനും അല്ലാത്ത സീക്രട്ടും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയിലെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മമ്മൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിനിമ ചെയ്താൽ അതിൽ എൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റും എന്താണ് അതിനെക്കുറിച്ച്. ശ്രീനിയേട്ടൻ, ഇപ്പൊ വേറൊരു കാര്യം ഇതിനിടയിൽ കൂടി സംഭവിക്കുന്നുണ്ട്. ഈ സ്വാമിയുടെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയാണ്. കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ എന്തോ ഒരു മോഡറേറ്റർ പോലെ ഇരിക്കേണ്ട അവസ്ഥ അതിനെ എന്നെ പെടുത്തിയിരിക്കുകയാണ് സ്വാമി. ഞാൻ പോലും അറിയാതെ അങ്ങനെ എന്നെ കൊണ്ട് സ്വാമി പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സ്വാമിയുടെ ഭയങ്കര കൗശലമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല.
അപ്പോൾ അത് സ്വാമി ഏൽപ്പിച്ചത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകേണ്ടത് കൊണ്ട് ശ്രീനേട്ടനോട് ഒരു കാര്യം ചോദിക്കാം. സ്വാമി എഴുതുന്ന തരത്തിലുള്ള സിനിമകളുണ്ട്, ക്രൈം ത്രില്ലർ. എപ്പോഴെങ്കിലും ശ്രീനേട്ടൻ അങ്ങനെ സിനിമ എഴുതാൻ തോന്നി? എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അതിനു വേണ്ടി പണ്ട് മുതലേ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അതിൻ്റെ പുസ്തകങ്ങൾ പോലെ നമ്മുടെ വിഷ്ണു വിജയൻ എന്നൊക്കെ പറയുന്ന സിനിമ കേസിന്റെ നോവൽ മടുത്തു മാറ്റിയതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ എത്ര വായിച്ചിട്ടും എനിക്ക് ആ ട്രാക്കിലേക്ക് ഒരു മിടുപ്പില്ലാത്തതുകൊണ്ട് അവസാനം എനിക്ക് ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങിയതാണ്. പറ്റുന്നില്ല. അതിന് വേറൊരു ബുദ്ധി വേണം. അത് സ്വാമിക്കൊക്കെ ഉള്ളൂ. അതിന് സാമ്യമാവണം, എന്നാലേ പറ്റും. മമ്മൂട്ടിക്ക് അതിന് പേരില്ല, കഥാപാത്രത്തിന് പേരില്ലാത്തൊരു പടമാണ്. അപ്പൊ അതിനകത്ത് ശ്രീനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അയാളുടെ പേര്. അയാളുടെ പേര് എനിക്കറിയില്ല, പേരില്ല എന്നാ പറയുന്നത്. പുള്ളി അത്രയും കാലം ഈ മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് അക്വൈൻറ്റൻസ് ഉണ്ടായിട്ട് ഒരു പുള്ളിക്കും അറിയില്ല പേരെന്താ. അപ്പൊ പുള്ളി അതിന്റെ സീക്രട്ടായിരിക്കും എന്ന് പറഞ്ഞു. കളിക്കളത്തെ കുറിച്ചാണ് സ്വാമി പറയുന്നത്. അതിനകത്തെ കഥാപാത്രത്തിന്റെ പേര് പോലും മമ്മൂട്ടിയുടെ കഥാപാത്രം അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ കൗശലവും ഭയങ്കര മിടുക്ക് വേണം. അത് സ്വാമി ആ കാര്യത്തിൽ ഒരു ആസാമിയാണ് പറയാറുള്ളത്. അപ്പൊ ഇത് അത്തരത്തിലുള്ള ഒരു സിനിമയാണോ? ഞങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ സൂചനകൾ വല്ലതും തരാൻ പറ്റുമോ സ്വാമിക്ക്? ഇതിനകത്ത് ഞാൻ ഒന്നും അവകാശപ്പെടില്ല. ഞാൻ പറയാം, എന്നോട് എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ താൻ ഇതിനു മുമ്പ് ചെയ്ത ജേണലിൽ പെട്ട ഒരു സിനിമയാവരുത്. നമ്പർ 2, താൻ ഒരു കഥ എഴുതി തീരാതെ അതിനകത്ത് അഭിനയിക്കുന്നവരെ എത്തിക്കരുത്. ഇതും സ്വാമിയുടെ ഒരു മിടുക്കാണ്. മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും പാവം മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുക്കുക. അതെന്തായാലും നല്ല പരിപാടിയാണ് തോന്നുന്നത്. കാര്യം അദ്ദേഹം അടുത്ത സുഹൃത്തെന്ന നിലയിൽ സ്വാമിയോട് ചില കാര്യങ്ങൾ പറയുന്നു. സ്വാമി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഈ സിനിമയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പാവപ്പെട്ട മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ അതും സ്വാമിയുടെ ഒരു മിടുക്കാണ്. ഈ മിടുക്ക് എല്ലാം കൂടി ഗംഭീരമാകട്ടെ സിനിമ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ സ്റ്റേജിൽ എന്നെ വിളിച്ചിരുത്തിയതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമി സാറിന്റെ സിനിമകളിൽ ഒരു ഭാഗമാവാൻ പറ്റാന്നുള്ള തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമി സാറിന്റെ ഫിലിം എന്ന് പറഞ്ഞപ്പം ഐ വാസ് ലൈക്ക് എനിക്ക് ഓക്കെയാണ്. എനിക്ക് അതിലൊരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതില് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ എല്ലാവരും കാണും. ഈ സീക്രട്ടിലൊക്കെ കുറെ മീനിങ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. ആദ്യത്തെ പടമാണ് ഒരു ക്യാരക്ടർ ചെയ്തത്. മുന്നേ സാറിന്റെ പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാമി സാറിന്റെ പടത്തിലെ ഓഡീഷനാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. നേരെ ചെന്ന് സ്വാമി സാറിനെ കാണാൻ പറ്റുക എന്ന് പറയുന്നതിന് ആ സമയത്ത് തന്നെ വിളിക്കുമ്പോൾ എനിക്ക് വലിയ കാര്യമായിരുന്നു. കണ്ട ദിവസം തന്നെ എൻ്റെ അടുത്ത് സീനും പറഞ്ഞു, ചെയ്യാനും പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. അന്നത്തോടെ തന്നെ എല്ലാ കാര്യത്തിലും തീരുമാനമായി. അപ്പം എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ആക്ച്വലി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ ദിവസം. പിന്നെ സാറിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതും ഇനീഷ്യൽ ടൈമിൽ തന്നെ ഒരു ഗോഡ് ക്യാരക്ടർ കിട്ടുക. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ കൂടെയും അപർണയുടെ കൂടെയൊക്കെ ചെയ്ത സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഈ പോസ്റ്ററിൽ കണ്ടതുപോലെയുള്ള ഒരുപാട് വാക്കുകൾക്ക് ഈ സിനിമയിൽ ഒരുപാട് മീനിങ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പടം ഇറങ്ങുമ്പോൾ മനസ്സിലാവും. എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.
ധ്യാനം എൻ്റെ മനസ്സിൽ നിന്ന് അയാളുടെ രൂപമാണ് എൻ്റെ കഥാപാത്രമായിട്ട് മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ അയാളെ ഞാൻ അന്വേഷിച്ചു. അയാളുടെ ഡേറ്റ് ഉടനെ ഉണ്ടായിരുന്നില്ല. 3-4 മാസം കഴിഞ്ഞ് അയാൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സബ്ജക്റ്റ് ഒരു ഇതേപോലെ ഡിസ്കസ് ചെയ്തപ്പോൾ ഹി വാസ് ഹാപ്പി. അങ്ങനെ ഞാൻ വരികയില്ല. ഞങ്ങൾ വേറെ ശരിക്കും പറഞ്ഞാൽ ഈ പടത്ത് വേറെ ഓപ്ഷൻ ആലോചിച്ചിട്ടില്ല. മലയാളികൾ ഒരു ക്ലാസിക് സിനിമ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സിനിമകൾ മാത്രം കണ്ടുവരുന്ന കാലത്ത് CBI പോലൊരു സിനിമ ഇങ്ങനെ ക്രൈമുകൾ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ടുവന്ന ഒരു റൈറ്റാണ് താങ്കൾ. ഇപ്പോഴത്തെ കാലത്ത് വരുന്ന ത്രില്ലർ സിനിമകളൊക്കെ കാണാറുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കാണാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനകത്ത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്. ഞങ്ങളൊന്ന് 10-40 വർഷത്തെ അടുപ്പവും ബന്ധവും ഇതുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ മമ്മൂട്ടിയുടെ ഞാനിപ്പോൾ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കണ്ട് കൺട്രോൾ സ്ക്വാഡാണ്. ഞാൻ അങ്ങനെ ഒരു റൈറ്ററെ വിലയിരുത്താൻ അത്ര കഴിവുള്ള ആളൊന്നുമല്ല. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ക്രിട്ടിക്കിൻ്റെ രീതിയിലോ ഇല്ലെങ്കിൽ നിരൂപണമായിട്ട് എനിക്കൊരിക്കലും പറ്റില്ല. എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട്, അതുപോലെ ശരികളും പറ്റുന്നു. അതുപോലെ എല്ലാവർക്കും ഉണ്ട് അവരുടെ അവകാശം. ഞാനതൊന്നും ഒരു അഭിപ്രായം പറയില്ല. പ്രതീക്ഷ അല്ലേ പലതരത്തിലും ചിന്തിക്കാം. ഏത് തരത്തിലുള്ള ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? അഭിനയത്തിലൂടെയാണ്, ആക്ഷൻ സീനിലൂടെയാണ്. അഭിനയത്തിലൂടെ എന്താണ്? നമുക്ക് വൈൻഡപ്പ് ചെയ്തിരുന്നത് ശ്രീജിത്തിനോടൊരു കാര്യം വ്യക്തിപരമായിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാജനൊക്കെ ഇവിടെ ഇപ്പോൾ AK സാജൻ ഞങ്ങളെല്ലാവരും സംസാരിക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച എക്കാലത്തെയും 3 തിരക്കഥകൾ എടുക്കാൻ പറഞ്ഞാൽ ആ ഒരു 10 തിരക്കഥ എടുക്കുകയാണെങ്കിൽ 15 തിരക്കഥ എടുക്കുകയാണെങ്കിൽ അതിലൊരു 3 എണ്ണമെങ്കിലും ശ്രീനിയേട്ടൻ്റെതാണ്. അങ്ങനെ ഞങ്ങൾക്കൊന്നും യാതൊരു സംശയമില്ല, നിങ്ങൾക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല. ഒപ്പം ശ്രീനിയേട്ടൻ്റെ വലിയൊരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അതെല്ലാം മാറ്റിവെച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഈ വൺ ലൈനേഴ്സ്, അതിൻ്റെ ഏറ്റവും ആദ്യം അത്തരത്തിലുള്ള ഡയലോഗ് റൈറ്റിംഗ് കൊണ്ടുവന്ന ഒരാളാണ് ശ്രീനിയേട്ടൻ. ചിന്താവിഷ്ടയായ ശ്യാമളയിൽ കുട്ടികളെ ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പറ്റാതെ ശ്യാമള കുട്ടികളെ പിടിച്ച് അകത്തേക്ക് വരുമ്പോൾ ശ്രീനിയേട്ടൻ്റെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ശ്യാമളെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ പോകുന്ന ഓട്ടോറിക്ഷയുടെ ഓണർ വർക്ക്ഷോപ്പ് നടത്തുന്ന വാസുവാണ്, അല്ലാതെ അയ്യപ്പനല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡയലോഗ് എഴുതുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. ഉദയനാണ് താരത്തിൽ മീന മോഹൻലാലിനെ ഫോൺ ചെയ്തിട്ട്, മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഫോൺ ചെയ്തിട്ട് പറയുന്നത്, ഒരു ഫോണിലൂടെയാണ് നമ്മൾ ഒരുമിച്ചത്, ഈ ഒരു ഫോണിലൂടെ നമ്മൾ പിരിയുന്നു. ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഡയലോഗ് റൈറ്റിംഗ് ആണ്. ഒരൊറ്റ ലൈനിൽ എത്രത്തോളം ഇമോഷൻസ് ആണ് ഉള്ളടങ്ങുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലെ അച്ഛനായിരുന്നു ഞാൻ വിചാരിച്ചു വല്ല കുത്തക മുതലാളിയുമായിരിക്കുന്നത് എന്ന് പറയുന്നത് മലയാളത്തിലെ എക്കാലത്തിൽ അതിനേക്കാൾ അപ്പുറം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ എഴുതിയ ആളാണ് ശ്രീനിയേട്ടൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്രീനിയേട്ടന്റെ ഒരു തിരക്കഥയ്ക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഉണ്ടാവുന്നതാണ് തീർച്ചയായും കഥ എഴുതാൻ വേണ്ടി ശ്രമത്തിലാണ് അദ്ദേഹം വൈകാതെ സാധിക്കുന്നതായി വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും
ഇത്രയും ഡയലോഗുകളൊക്കെ ഒട്ടിന് ഓർമ്മിക്കുന്നത് ഞാൻ പോലും വിചാരിച്ചില്ല. നന്ദി നന്ദി സന്തോഷം. അല്ല, ഇതിന് ശരിക്കും നന്ദി പറയേണ്ടത് ശ്രീനേട്ടനോട്. അതായത് ശ്രീനേട്ടൻ നമ്മളോടല്ല നന്ദി പറയേണ്ടത്. കാരണം ഇത് എന്റെ മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും എനിക്ക് തോന്നുന്നു ശ്രീനേട്ടന്റെ ഇതുപോലത്തെ ഒരു 10 ഡയലോഗെങ്കിലും പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം പറയാം ശ്രീനേട്ട, ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ റൈറ്റേഴ്സ് എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ശ്രീനേട്ടന്റെ ഒരു ഡയലോഗിനെ കുറിച്ച് ഞങ്ങൾ പറയും. അത് മഴ പെയ്യുന്നു മത്തളം കൂട്ടുന്നു എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ ഞാൻ BA-ക്ക് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴാണ് ഈ സിനിമ അജന്ത തിയേറ്ററിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു 15 തവണയെങ്കിലും ഞാൻ തിയേറ്ററിൽ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഏത് വൈകുന്നേരം ഒഴിവ് കിട്ടിയാലും ആ സിനിമ കാണാൻ പോകുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഈ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ശ്രീനിവാസൻ. കല്യാണം ഡിസിയിൽ നിന്നും അകറ്റണം, പറഞ്ഞു വിടുകയാണ്. പുള്ളിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണം. അപ്പൊ ഞാനൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോൾ യാത്രയൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ പോ. ശരി, ഞാൻ പോവാണ് മുതലാളി എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് യാത്ര പറയടേ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം ഓടി വന്ന് സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങുമ്പോൾ പുറകെ ശ്രീനിവാസന്റെ കഥാപാത്രം ഓടും. മോഹൻലാലിൽ ചെയ്ത കഥാപാത്രത്തിന് വളരെ എളുപ്പം ഓടി ഇറങ്ങി വരാൻ പറ്റുമ്പോൾ ഇദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. മോളിൽ നിന്ന് താഴേക്ക് വീഴുക. രണ്ടാമത്തെ താഴെ അമ്പിളിച്ചേട്ടൻ ജഗതി ശ്രീകുമാർ നടക്കുക. ഇദ്ദേഹത്തിന്റെ മോളിലേക്കാണ് വന്ന് ശ്രീചേട്ടന്റെ കഥാപാത്രം വീഴുന്നത്. ഇവർ രണ്ടുപേരും കൂടി വീണിട്ട് നിസ്സഹായനായിട്ട് എഴുന്നേക്കുന്ന അമ്പിളിച്ചേട്ടന്റെ ഒരു ഷോട്ടുണ്ട്. അവിടെ ഒരു ഡയലോഗ്, ആ ഡയലോഗ് എഴുതാൻ എനിക്ക് തോന്നുന്നില്ല എഴുത്തുകാർക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത ഒരു ഡയലോഗാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അമ്പിളിച്ചേട്ടൻ എഴുന്നേറ്റിട്ട് ശ്രീചേട്ടനോട് ചോദിക്കുന്നത്, ഈ കോണിപ്പടി കാണിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതെന്തിനാണ്, കാണാനാണോടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് ഡയലോഗ് റൈറ്റിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇതുപോലെ ഞാൻ എത്ര ഡയലോഗ് വേണമെങ്കിലും പറയാൻ പറ്റും ശ്രീനിവാസൻ. അത്രയ്ക്ക് ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോ വലിയൊരു നോസ്റ്റാൾജിയാണ്. നമ്മൾ ശ്രീനേട്ടനോട് വലുതായിട്ട് ആ കാര്യങ്ങൾക്ക് കടപ്പെട്ടിരിക്കുകയാണ്. ആ സിനിമയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം, ഒരു മാസം മുമ്പ് ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ വീട്ടിൽ വന്നപ്പോൾ അവിടെ അതിന് മുമ്പ് കാണുമ്പോൾ ഗർഭിണിയായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ പ്രസവം കഴിഞ്ഞത് കഴിഞ്ഞു കുഞ്ഞ് ആണോ പെണ്ണോ? ആണോ. എന്താ പേരിട്ടത്? മാധവ് എന്ന പേരിട്ടത്. ഞങ്ങൾ ഇപ്പൊ തന്നെ അവനെ എന്നെ ധവാൻ എന്നാണ് വിളിക്കുന്നത്. അത് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യുന്നത്. കാരണം മഴ പെയ്യുന്നു മന്ത്രം കൂട്ടുന്നതിന് എൻ്റെ പേര് അമേരിക്കൻ അയാളുടെ പേര് എന്നെ ധവാൻ എന്നാക്കി മാറ്റുന്നത്. ഞാൻ അപ്പൊ തന്നെ പ്രിയനെ വിളിച്ചു പറഞ്ഞു അത് ആര് ഞാനാണോ ആ പേരിട്ടത് പ്രിയനാണോ പേരിട്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. അന്നൊക്കെ ഷൂട്ടിങ് നടക്കുമ്പോഴാണ് എഴുതുക. പ്രിയം പറയും, ചിലപ്പോൾ ഞാൻ പറയും. ഇത് പിന്നെ പോയി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സർക്കസാണ്. അതായത് ഷാർജ സ്റ്റുഡിയോയിൽ പുറത്തൊരു പെറ്റ് ഡ്രസ് കൊടുത്തിട്ട് ആദ്യത്തെ ഒരു പേജ് ഞാൻ എഴുതി കഴിഞ്ഞാൽ എന്നിട്ട് ഇത് അവസാനിക്കുന്ന എങ്ങനെയെന്ന് പറയാൻ അറിയില്ല. എഴുതുന്ന ഷൂട്ട് ചെയ്യാണ്. എനിക്കും അറിയില്ല, പ്രിയെന്നും അറിയില്ല. അവസാനം അത് ഹിന്ദി സിനിമയുടെ പ്രിയൻ എടുക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണല്ലോ. അപ്പോഴാണ് പ്രിയൻ ഇത് വായിക്കുന്നത് ആദ്യമായി. അപ്പൊ അവര് തന്നെ വിളിക്കണം. ഞാൻ ഇങ്ങനത്തെ ഡയലോഗൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സോറി. എക്കാലത്തും ഞങ്ങളെയൊക്കെ പോലുള്ളവർക്ക് എക്കാലത്തും ഒരു
വസന്തം പോലെ പുതിയ ഓരോ കാഴ്ചയിലും പുതിയ വസന്തം തരുന്ന സിനിമകൾ ഉണ്ടാക്കിയവരാണ് ഇവർ. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ വിളിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ബഹുമതിയായിട്ട് ഞങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. ശ്രീനിയനെ പോലുള്ളവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന വസന്തം.